ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ കുഞ്ഞിപ്പഴം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമ്മൾ ഇന്നലെ ഫ്രെയിമൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടുള്ള വീഡിയോ ആയിരുന്നു കണ്ടത്. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടായിരിക്കും കേട്ടോ കാണിക്കുക. അത് വേറെ ഒന്നല്ല, അത്രയും സമയം എടുത്ത് അത്രയും ദിവസത്തെ ഉമ്മാടെ ഒരു അധ്വാനം ആയതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, എനിക്ക് കട്ട് ചെയ്ത് കളയാൻ എനിക്കൊരു സങ്കടം. എല്ലാവർക്കും ചിലപ്പോൾ ബോറടിച്ചാലോ എന്ന് കരുതി എനിക്കത് കട്ട് ചെയ്ത് കളയുമ്പോൾ എന്തോ എനിക്കൊരു സങ്കടം കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളുണ്ടല്ലോ, അത് ശരിക്കും നാളെ നമ്മൾ ചിന്തിക്കുമ്പോണ്ടല്ലോ, അതല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് എത്ര നമ്മൾ ആഗ്രഹിച്ചാലും അത് തിരിച്ച് കിട്ടാത്ത അത്രയും സന്തോഷമുള്ള ഓർമ്മകളായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, കുഞ്ഞുവാവേനെ നമ്മൾ ഈ പണികളിൽ നിന്ന് മാറ്റി നിർത്തും തോറും കുഞ്ഞുവാവ ഓരോ പണികളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നമ്മൾ മാറ്റി നിർത്തിയിട്ടും കുഞ്ഞുവാവ അത് നമ്മൾ പിടുത്തം വിടണില്ല കേട്ടോ. കൈമ നേരത്തെ കൊണ്ടതറിയാല മതിയാ, ക്ഷീണിച്ച മടിയിട്ടുണ്ടാ? ഇല്ല, നല്ല കൈ മടിയിട്ടു, നല്ല സുഖം ഉണ്ടാവും. ഉപദേശിക്കും തോറും കുഞ്ഞുവാവ് പുതിയ പുതിയ പണികളിലേക്കും എനർജി ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിനെ നോക്കണില്ല, നമുക്ക് അടുത്ത പണികളിലേക്ക് കിടക്കാം. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ തവണ മാറ്റിയും തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആയി കിട്ടിയതിപ്പോൾ. അപ്പോൾ ഇനി ഫ്രണ്ടിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പേര ഉണ്ടാക്കണം എന്നുള്ളത് ഉമ്മാക്ക് പെട്ടെന്നുണ്ടായൊരു ഐഡിയ അല്ല കേട്ടോ. ഞാനൊക്കെ പണ്ട് കാർട്ടൂൺ കണ്ടിരുന്നത് ടോം ആൻഡ് ജെറി, ഡോറ ബുജ്ജി, പിന്നെ മിസ്റ്റർ ബിൻ്റെ കാർട്ടൂൺ ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ, ആസിമോനും കുഞ്ഞുവാവൊക്കെ കാണുന്ന കാർട്ടൂണ് ഇതുമായിട്ട് ഞാൻ കണ്ടതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ. നമ്മളെ യാഥാർത്ഥ്യത്തിൽ എന്തായാലും കാർട്ടൂണൊന്നും നിൽക്കില്ല. പക്ഷേ ഇത് ആ മാനുഷിക ശക്തിയുടെ ഏറ്റവും കൂടിയ ലെവലിലുള്ള കാർട്ടൂണാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറന്ന് താഴേക്ക് ഇറങ്ങുക, വീടിൻ്റെ ഡോറൊന്നും ഇല്ല കേട്ടോ, ഡോറ് പൊളിച്ചകത്ത് കയറാം, ചമരിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് കിടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് കേട്ടോ അവർക്ക്. കാരണം യാഥാർത്ഥ്യമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് സന്തോഷങ്ങളിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ കുറച്ചൊരു ശ്രദ്ധ മാറിക്കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യണത്. അത് ഭയങ്കര വലുപ്പം, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. കുഞ്ഞിപ്പതിപ്പോൾ കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത്തിരി സിമ്പിളായിട്ട് ചെയ്യാമെന്നാ. പക്ഷെ വീട്ടിൽ ഞാൻ പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന റൂം കണ്ടിട്ടില്ലേ, ആ ഒരു റൂമിലേക്ക് നമ്മൾ പനമ്പ് വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ബാക്കി വന്ന പനമ്പാണ് കേട്ടോ ഈ കുഞ്ഞിപ്പരക്ക് നമ്മൾ എടുത്തത്. ഇതിൽ നിന്ന് തന്നെ ഞാനൊരു ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞിപ്പരം ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്തതിൻ്റെ താഴെയാണ് കുഞ്ഞിപ്പര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഉമ്മയുടെ അത്യാവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലത്തതൊക്കെ എടുത്ത് വെക്കണതും പിന്നെ അലക്കിയതും വാഷിംഗ് മെഷീനും അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെയാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇവിടെ വൃത്തിയാക്കി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കുഞ്ഞു വീട് കണ്ടു നോക്കിയാലോ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോണിൽ കാണുമ്പോൾ ആ ഒരു ഭംഗി തോന്നുന്നുണ്ടോയെന്ന് അറിയണില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയും ഭംഗിയുണ്ട് കേട്ടോ. കുഞ്ഞുവാവ ആസിമോനൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് തന്നിട്ട് അവർ ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കലും പഠിക്കലും കളിക്കലൊക്കെ. അത് കാണുമ്പോൾ ഉമ്മ നല്ല ഹാപ്പിയാണ് കേട്ടോ, കാരണം അത്രയും ദിവസം ചെയ്തത് വെറുതെ ആയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.